ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വട്ടവടയിലേക്കുള്ള വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വട്ടവടയിലേക്ക് പുലർച്ചയ്ക്ക് തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇടുക്കിയിലെത്തി. അപ്പോൾ ഇടുക്കീൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ നല്ല കോടമഞ്ഞായിരുന്നു. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇടുക്കിയിൽ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊന്നും ഇത്ര ഫീൽ ഉണ്ടായിരുന്നില്ല, കാരണം കോടമഞ്ഞൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ ഒരു ചാറ്റൽ മഴയും അങ്ങനെ നല്ല കോടമഞ്ഞൊക്കെ ആയിട്ട് അടിപൊളി ട്രിപ്പായിരുന്നു ഇപ്രാവശ്യത്തേത്. അപ്പം നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഇടുക്കിയിലെത്തിയിട്ട് കുറച്ച് കുരങ്ങന്മാരെയൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്ത വീഡിയോ ആണിത്. പിന്നെ മഴ കാരണം നമുക്ക് എല്ലായിടത്തും ഇറങ്ങി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം ഭയങ്കര മഴയായിരുന്നു. മഴ സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. നമ്മളൊരു മെയ് മാസമൊക്കെ ആയപ്പോഴാണ് കേട്ടോ പോയത്. അപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. അപ്പോൾ നമ്മൾ ഇടുക്കിയിലെത്തിയ ഫസ്റ്റ് ഗാർഡൻ ആട്ടോ ഇത് കാണുന്നത്. അപ്പോൾ ആ ഗാർഡനിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ചെടികൾ, പൂക്കൾ, പിന്നെ ഇലകളൊക്കെ പ്രത്യേകം എടുത്ത് പറയണം. നല്ല അടിപൊളിയായിട്ട് നമ്മൾ എവിടെയും കാണാത്ത തരം ഇലകളൊക്കെ അവിടെ കണ്ടു. പിന്നെ നമ്മൾ സഫാരി പാർക്ക്, അവിടെ നിന്ന് ആന സവാരിയൊക്കെയുള്ള സ്ഥലമുണ്ട്, അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇത് നമ്മളെല്ലായിടത്തും എടുത്ത ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഇത് റോസ് ഗാർഡൻ മൂന്നാറാണ്. മൂന്നാറിൽ റോസ് ഗാർഡനിലൊക്കെ അത്യാവശ്യം പൂക്കളും നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. പിന്നെ മൂന്നാറിൽ എപ്പോഴും പൂക്കളുണ്ടാവും, നല്ല ഫ്രഷായ പൂക്കളുണ്ടാവും. നമ്മളിവിടുത്തെ ക്ലൈമറ്റ് അല്ലല്ലോ അവിടെ, അതുകൊണ്ട് ധാരാളം പൂക്കളുണ്ടാവും, നല്ല ഭംഗിയുള്ള വെറൈറ്റി ഓഫ് ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ വട്ടവട കേട്ടോ. ഇത് വട്ടവട ഇങ്ങനെ വട്ടവടയിൽ നിന്ന് മൂന്നാറിൽ നിന്നൊക്കെ എടുത്ത ഫോട്ടോസാണ്. വട്ടവട എനിക്ക് തോന്നും ഇടുക്കിയിലെയും മൂന്നാറിലേക്കാട്ടിലും തണുപ്പ് വട്ടവടയിലുണ്ട്. കാരണം നമ്മൾ ഇടുക്കി മൂന്നാറൊക്കെ നമ്മൾ പോയതാണ്, ആ സമയത്തൊന്നും അവിടെ തണുപ്പുണ്ടായിരുന്നില്ല. പക്ഷേ വട്ടവടയിലെത്തിയപ്പോൾ നമുക്ക് ആകെ ക്ലൈമറ്റൊക്കെ ആകെ ചേഞ്ചായി, നല്ല അടിപൊളി തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ മാക്സിമം ഫോട്ടോസ് എടുക്കും കേട്ടോ. മാക്സിമം നമ്മൾ ഫോട്ടോസ്, ഓരോ സ്ഥലങ്ങളിലെ മെമ്മറി ആണല്ലോ ഫോട്ടോസ്. ടൂർ എന്നൊക്കെ പറയുമ്പോൾ മാക്സിമം ഫോട്ടോ എടുക്കുക, ഡാൻസ് കളിക്കുക, ഇതൊക്കെയാണ് ടൂറിൻ്റെ ഒരു വൈബ്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനത്തെ ഒരു വൈബുള്ള ആളുകളാട്ടോ. നല്ല ഡാൻസ് കളിക്കാം, ടൂർ മാക്സിമം എൻജോയ് ചെയ്യാം. അവിടെ എങ്ങനെ നാണോ അങ്ങനത്തെ ഒന്നും വിചാരിക്കില്ല. എല്ലാവരും നന്നായിട്ട് ഫോട്ടോ എടുക്കും, ഡാൻസ് കളിക്കും, അങ്ങനെ പാട്ട് പാടും. പാട്ട് പാടാൻ എനിക്കറിയില്ല, അതുകൊണ്ട് പാട്ട് പാടില്ല, ഡാൻസ് കളിക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ടൂറ്. കണ്ടില്ലേ ഫോട്ടോസ്? ഞാൻ കണ്ടില്ലേ എന്ന് പറയുന്നത് പലരും എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞു കേട്ടോ. ഞാൻ കണ്ടില്ലേ എന്ന് കാണുകയാണല്ലോ ഫോട്ടോ, വീഡിയോസോ കാണുകയാണല്ലോ ചെയ്യുന്നത്, പിന്നെയും കണ്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. അത് എൻ്റെ ഒരു ടോണായി മാറിയിരിക്കുകയാണ് ഗൈസ്, ഇങ്ങനെ കണ്ടില്ലേ എന്ന്. അങ്ങനെ നമ്മൾ സഫാരി റിസോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. സഫാരി റിസോർട്ട് പൈൻ മരമല്ല, യൂക്കാലി മരങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മളെ സഫാരി റിസോർട്ട്. അപ്പം സഫാരി റിസോർട്ടിൽ അട്ടയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അട്ടയ്ക്ക് നമ്മളെ മേലിൽ കയറാൻ സാധ്യതയുണ്ട്. എന്നാലും അടിപൊളിയാണ് അവിടെ. അവിടെ എത്തിയപ്പോൾ ഭയങ്കരമായ തണുപ്പ്, നല്ല ഫീൽ ചെയ്തിട്ട് തണുപ്പ് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് ടെൻറ്റുകളൊക്കെ ഉണ്ട്. ഈ മഴ കാരണം ഞങ്ങൾക്ക് ടെൻറ്റിലൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ മഡ് ഹൗസാണ് അവിടെ ഉള്ളത്. മഡ് ഹൗസൊക്കെ അടിപൊളിയാണ്. പിന്നെ അവിടെ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഊഞ്ഞാലൊക്കെ ആടി നമുക്ക് എൻജോയ് ചെയ്തു. പിന്നെ ഫയർ ഡാൻസ് ഉണ്ട്. ഫയർ ഡാൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മഴ കാരണം ഫയർ ഡാൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു, പക്ഷെ മഴ കാരണം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പോരാത്തിന് നല്ല തണുപ്പ്, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ അത്രയും തണുപ്പുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഫയർ ഡാൻസ് പിന്നെ വേണ്ടാന്ന് വെച്ചു. അത് നമുക്കൊരു നഷ്ടമായി തോന്നുന്നു ഫയർ ഡാൻസ്. പിന്നെ മഴയാണല്ലോ, നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ അതാണ് കാണുന്നതാണ് അവരുടെ കിച്ചൺ. അവിടെ നമുക്ക് അവർ വേണ്ട നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡുകൾ അവർ സെറ്റ് ചെയ്ത് തരും. നമുക്ക് പറഞ്ഞ് എന്ത് ഫുഡാണോ വേണ്ടത് വെച്ചാൽ അവർ നമ്മളോട് ഓർഡർ എടുത്തിട്ട് അതുപോലെ ചെയ്തു തരും. അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പറഞ്ഞറിയിക്കണം, അവരുടെ ഫുഡ് അടിപൊളിയാണ്. സർവീസ് നല്ലതായിരുന്നു. പിന്നെ ഇതാണ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ പാമ്പാടുംചോല. അപ്പോൾ ഈ പാമ്പാടുംചോലയിൽ നമ്മൾ എൻട്രി കടന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്താനോ പുറത്തിറങ്ങി ഫോട്ടോ വീഡിയോസ് എടുക്കാനോ പാടില്ല. പുറത്തിറങ്ങാൻ പാടില്ല കേട്ടോ. ഫോട്ടോ വീഡിയോസ് എടുക്കണമെങ്കിൽ നമുക്ക് വണ്ടിയിൽ നിന്നിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോയിലൊന്നും പകർത്താൻ കഴിയില്ല, വീഡിയോയിലൊന്നും പകർത്താൻ കഴിയില്ല. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അവിടെ ഇറങ്ങി നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അവിടെ ചെക്കിങ്ങിന് ആളുകളുണ്ട്. പിന്നെ അവിടെ വൈൽഡ് ആനിമൽസൊക്കെ ഉള്ള സ്ഥലമാണല്ലോ, അപ്പോൾ അവിടെ അവർ നമ്മളെ ഇറങ്ങാൻ സമ്മതിക്കില്ല. പിന്നെ വണ്ടിക്കൊന്ന് സ്ലോ ആയി പോവാം, അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് അതിനെ എടുക്കാൻ പറ്റത്തുള്ളൂ.
പിന്നെ 6 മണിക്ക് ശേഷം അവർ വേറെ വാഹനങ്ങളൊന്നും കടത്തി വിടില്ല കേട്ടോ. അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് മുന്നേ വേണം ഈ റോഡ് കടന്നു പോകാൻ. പിന്നെ നമ്മൾ പോയ സമയത്ത് നമ്മൾ കാട്ടുപോത്തിനെ കണ്ടു. വലിയൊരു കാട്ടുപോത്തുണ്ടായിരുന്നു. അതിനെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഇതൊക്കെ കാട്ടുപോത്തിൻ്റെ കുട്ടികളാട്ടോ. നമ്മൾ വിചാരിക്കും പശുവാണെന്ന്, പക്ഷെ പശുവൊന്നും അല്ല, ഇത് കാട്ടുപോത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇവർ അത്യാവശ്യം സൈസൊക്കെ ഉണ്ട്, ഇവർ ചെറുതാണ്. അപ്പോൾ ഇവർക്ക് വണ്ടികൾ പോകുന്നോ വീഡിയോ എടുക്കുന്നോ ഒരു പ്രശ്നമേ അല്ല. അവർ നമ്മളെയൊന്നും മൈൻഡ് ചെയ്യില്ല. നമ്മൾ കാട്ടുപോത്തിന് ആദ്യം കണ്ട എക്സൈറ്റ്മെൻറ്റിൽ കാട്ടുപോത്ത് എന്നൊക്കെ അലറി വിളിച്ചു. കാട്ടുപോത്ത് കുട്ടികളൊക്കെ പേടിച്ചു, അയ്യോ കാട്ടുപോത്ത് വേഗം പോ വണ്ടി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ കുറച്ച് കാട്ടുപോത്ത് കുട്ടികളെയാണ് കിട്ടിയത് വീഡിയോയിൽ. പിന്നെ നമ്മളിങ്ങനെ പോന്നു. നമ്മൾ 2 ദിവസത്തെ ട്രിപ്പാണല്ലോ. അപ്പോൾ 2ാമത്തെ ദിവസമായപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പോകാൻ കേട്ടോ അത്. അപ്പോൾ അവിടുത്തെ ഈ ഇലകൾ ഒരു പ്രത്യേക തരം ഇലകളാട്ടോ. ഇത് ഉണങ്ങിയതാണോ അതോ ഈ ഇലകൾ ഈ കളർ തന്നെയാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നല്ല അടിപൊളിയായിരുന്നു. ജീപ്പിലാണ് നമ്മൾ ട്രക്കിങ് നടത്തുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ റിസോർട്ടത്തെ അവർ തന്നെ സെറ്റ് ചെയ്ത് തരും നമുക്ക്. നമ്മൾ ഓൾറെഡി അതൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വട്ടവടയിലേക്ക് വരുന്നത്. അപ്പോൾ അവർ രാവിലെ ആയപ്പോൾ ജീപ്പൊക്കെ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് ഇവർ ഹൈ റേഞ്ചിൽ കൂടെ നമ്മളെ കൊണ്ടുപോകും. അപ്പം നമ്മളെ വീഡിയോ എടുത്തതാണിത്. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എത്തുന്നത് ഒരു വെള്ളച്ചാട്ടമാണ് വട്ടവടയിൽ. അപ്പോൾ മഴയൊക്കെ ഉള്ളത് കാരണം അതിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു വെള്ളച്ചാട്ടം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുളിക്കുക നനയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞങ്ങളതൊന്നും ചെയ്തില്ല. നമ്മൾ അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ഞങ്ങൾ അങ്ങ് ആസ്വദിച്ചു. ഇവിടെ കുറേ പാറകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മുകളിൽ നമ്മൾ കയറുമ്പോൾ സൂക്ഷിക്കണം, വഴുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പാറക്കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് സ്ട്രോബെറി പാടം എന്ന് വേണം പറയാൻ കേട്ടോ. അവിടെ അവരുടെ വീടും കൃഷിസ്ഥലമാണ്. അവർ കുറച്ചൊക്കെ കൃഷിയുള്ളൂ, സ്ട്രോബെറിയുടെ കൃഷി. അത് ഞങ്ങൾ ചെന്ന സമയത്ത് സീസൺ അല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് സ്ട്രോബെറി കിട്ടിയുള്ളൂ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർ പറിച്ചു കൊണ്ടുപോകും. പിന്നെ നമ്മൾ മൂന്നാറിലെത്തിയപ്പോഴാണ് കുറച്ച് വൈൽഡ് എലിഫൻറ്റിനെ കാണുന്നത്. പിന്നെ ഇത് ആനസവാരി നടത്തുന്ന സഫാരി പാർക്കാട്ടോ. അപ്പോൾ ഇവിടെ ആനകളുണ്ട്, 3-4 ആനകളുണ്ട്. അപ്പോൾ അവരുടെ മേലെ കയറി ഇങ്ങനെ സവാരി നടത്തുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് പെരുന്നാളായത് കാരണം ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുറേ സമയം നോക്കി നിന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയമെല്ലാം പോകും എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് തിരിച്ചു പോന്നു. കുട്ടികളൊക്കെ കുറച്ച് നേരം ആനയെ നോക്കി നിന്നു. അപ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, തിരക്കായിരുന്നു ഗൈസ്. പെരുന്നാളായത് കാരണം തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും കുറേ ഫോട്ടോസ് എടുത്തു. വട്ടവടയിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം നിന്ന് ഞങ്ങൾ സെൽഫി അങ്ങനെ എല്ലാം എടുത്ത് അടിച്ച് പൊളിച്ചു ഗൈസ്. നിങ്ങളെല്ലാവരും വട്ടവടയിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് അടിപൊളിയാണ് വട്ടവട. പിന്നെ നമ്മൾ കുറച്ച് സ്ട്രോബെറിയൊക്കെ വാങ്ങിച്ചിട്ടോ. കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസും സ്ട്രോബെറിയും ഒക്കെ വാങ്ങിച്ചു. അടിച്ച് പൊളിച്ചു ഗൈസ്, അടിച്ച് പൊളിച്ചു. അപ്പോൾ നിങ്ങൾക്കൊരവസരം കിട്ടുകയാണെങ്കിൽ വട്ടവട മിസ്സാക്കരുത്. വട്ടവടയിൽ വരണം, അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ. ക്ലൈമറ്റാണ് പ്രധാനമായിട്ടും വട്ടവടയിൽ.